ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യം, അതിൻ്റെ ശക്തിയും മഹത്വവും ഇതിനെയാണ് നാം കാത്തു പുലർത്തേണ്ടത്. ഇന്നത്തെ ഗവൺമെൻറ് കേന്ദ്രത്തിൽ ഈ മഹത്തായ സത്യത്തെയും ശക്തിയെയും ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണ്. തിരഞ്ഞെടുപ്പ് നീതിപൂർവകമാകണം. തിരഞ്ഞെടുപ്പ് ഒരു തരത്തിലുള്ള ക്രമക്കേടിനും വഴിയൊരുക്കാൻ പറ്റിയതാകാൻ പാടില്ല. അതിനകത്ത് ഉറപ്പാക്കേണ്ടത് ഇലക്ഷൻ കമ്മീഷനും കേന്ദ്ര ഗവൺമെൻറ്റുമാണ്. എല്ലാ ജനങ്ങളും ചിന്തിക്കുന്ന ആ കാര്യം വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞ് ഒന്നുകൂടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. രണ്ടാമത്തെ കാര്യം, ഞാൻ ഈ ക്യൂ നിൽക്കുമ്പോൾ ഏകദേശം 1 മണിക്കൂർ ഞാൻ ക്യൂവിലുണ്ടായിരുന്നു. എനിക്കൊരാളൊരു ഇതയച്ചു തന്നു, ഒരു വീഡിയോ. PT തോമസ് മരിച്ച ആ അവസരത്തിൽ എറണാകുളത്ത് കോൺഗ്രസ് സംഘടിപ്പിച്ച ഒരു അനുസ്മരണ സമ്മേളനത്തിൽ ഞാൻ ചെയ്ത പ്രസംഗത്തിൻ്റെ ഏതാനും വരികളാണ് ആ വീഡിയോയിലുള്ളത്. ഞാൻ ആ പ്രസംഗത്തിൽ പറഞ്ഞത്, BJPയുടെ തള്ളിക്കയറ്റം ഉണ്ടാകുന്ന ഈ കാലാവസ്ഥയിൽ കോൺഗ്രസ് നശിച്ചാൽ അത് ജനാധിപത്യ വ്യവസ്ഥയെ ബാധിക്കും. എന്തുകൊണ്ടെന്നാൽ ഇന്ത്യയിലെമ്പാടും ഇടതുപക്ഷത്തിന് ബദലാകാനുള്ള ശേഷി ഇപ്പോഴില്ല. കേരളത്തിലുണ്ട് തന്നെ. പക്ഷേ കോൺഗ്രസ് പോകുന്ന വഴി തെറ്റായ വഴിയാണ്. ഗാന്ധിജിയെയും നെഹ്റുവിനെയും കോൺഗ്രസ് മറന്നിരിക്കുകയാണ്. ആ മറവിയെപ്പറ്റി ഉത്കണ്ഠ പൂണ്ട നേതാവാണ് എൻ്റെ സുഹൃത്തായ PT തോമസ്. ഇത്രയും പറഞ്ഞു കഴിഞ്ഞ് ഞാൻ പറഞ്ഞു, നെഹ്റുവിനെ ഓർത്തുകൊണ്ട് കോൺഗ്രസ് നശിക്കാതിരിക്കാൻ ശ്രമിച്ചാൽ കൊള്ളാം, നശിക്കാതിരിക്കാൻ ശ്രമിക്കണം എന്നാണ് ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞതാണത് അന്ന് ആ കോൺടെസ്റ്റ്. പക്ഷെ ഇന്ന് നാം കാണുന്ന കാഴ്ച എന്താ? ഇപ്പോൾ ഈ വീഡിയോ, പഴയ വീഡിയോ തപ്പിയെടുത്ത് പ്രചരിപ്പിക്കുന്ന കോൺഗ്രസ് സുഹൃത്തുക്കൾ ഈ തിരഞ്ഞെടുപ്പിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും ഇത്തരം പ്രചാര വിലയ്ക്കാണ് 1ാം സ്ഥാനം കൊടുത്തത്. മറ്റൊന്നും പറയാൻ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ അവർക്കില്ല. അതുകൊണ്ട് പഴയ വീഡിയോകളിലെ ഏതാനും വരികൾ അടർത്തിയെടുത്ത് വ്യാഖ്യാനിച്ച് ജനങ്ങൾക്കിടയിൽ ആശയക്കുഴപ്പമുണ്ടാക്കി തടിതപ്പാനാണ് കോൺഗ്രസ് വന്നത്. സ്ഥിതി എന്താ? നെഹ്റുവിനെ മറക്കരുത് എന്ന് ഞാൻ ഏത് പാർട്ടിയെപ്പറ്റി പറഞ്ഞു. ആ പാർട്ടി നെഹ്റുവിനെ പാടെ മറന്നിരിക്കുന്നു. കേരളത്തിലെ കോൺഗ്രസ് ഗാന്ധിയെ മറന്നു, നെഹ്റുവിനെ മറന്നു, കോൺഗ്രസിൻ്റെ മൂല്യങ്ങളെ മറന്നു. ഗോഡ്സെയുടെ പാർട്ടി കൽപ്പിക്കുന്ന വഴിയെ പോകാൻ തുനിഞ്ഞിറങ്ങിയ കേരളത്തിലെ കോൺഗ്രസ് കള്ളപ്രചാര വേലയുടെ അതേ ദുർമാർഗമാണ് ഈ സമയത്തും നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത്. ഇത് തെറ്റാണെന്ന് ഉറപ്പിച്ചു പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു.